മുരുകനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ടിലൊരു ലൈനുണ്ട്. മാറുവത് മനം ചേരുവത് ഇനം തിരിയാതെ മുരുകനാ നീ. മാറുവത് മനം, മനുഷ്യന്റെ മനസ്സാണോ? മനസ്സെന്ന സാധനം മാറും. എന്നും ഒരാളുടെ മനസ്സും ഒരുപോലെ ഉണ്ടാവില്ല. മനസ്സൊരു സോളിഡ് യൂണിറ്റ് അല്ല, അതൊരൊഴുകുന്ന പുഴ പോലെയാണ്, കുളം പോലെയല്ല. മനുഷ്യരുടെ മനസ്സുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പം എന്തെങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ പറയണം, മാറുവത് മനം. മനസ്സെന്ന സാധനം മാറുന്നതാണ്. ആരുടെ മനസ്സും എപ്പോഴും മാറിയേക്കാം. അക്സെപ്റ്റ് ഇറ്റ്. ചേരുവത് ഇനം, ഒരേ തരത്തിൽപ്പെട്ടതേ ചേരുള്ളൂ. ആ ഇനത്തിൽപ്പെട്ടത് മാത്രമേ ചേരുള്ളൂ. നമ്മൾക്ക് ചില ആളുകളായിട്ട് ചേരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ഇനത്തിൽപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കാറ്റഗറി അല്ല ആ വ്യക്തി. അതിനെ നമ്മുടെ ഇനത്തിലേക്ക് ചേർക്കാൻ ശ്രമിക്കരുത്. അത് അങ്ങനെയാണ്. അതൊരു ഡിഫറെൻറ്റ് കാറ്റഗറി ആളാണ്. ആ ആളുടെ കൂടെ എങ്ങനെ ജീവിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുക. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഒഴിവാക്കിക്കോ. ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ കൂടെ എങ്ങനെ ജീവിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചിട്ട് അതിനുവേണ്ടി സംസാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് പരിപാടി നിർത്തുക. മനസ്സിൽ പറയുക, ചേരുവത് ഇനം, മാറുവത് മനം. ഇതെപ്പോഴും പറയും. മനുഷ്യന്റെ മനസ്സ് മാറും. ചേർച്ച സാധ്യതയുള്ളവർ മാത്രമേ ചേരുകയുമുള്ളൂ, അല്ലാത്തത് ചേരില്ല. മനസ്സ് മാറിയതിനെ സോൾവ് ചെയ്യാൻ പോവാതിരിക്കുക. ചേർച്ച ഇല്ലായ്മയെ സോൾവ് ചെയ്യാൻ പോവാതിരിക്കുക. സോൾവ് ഒക്കെ ചെയ്യാം. ഒരു 5-10 തവണയൊക്കെ ഒരാളുടെ കൂടെയൊക്കെ സോൾവ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. ഈ ജീവിതകാലം മുഴുവൻ സോൾവ് ചെയ്യാൻ നടക്കുമ്പോഴാണ് ഈ പ്രശ്നം. അവർ മാറില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ. ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്ന ഒരു പ്രതീക്ഷ വളരെ അസ്ഥാനത്താണ്. ഒരാളെ കുറിച്ച് പഠിക്കാൻ 2 വർഷം മതി. നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു 2-3 മാസം മതി.